ഒരു മോട്ടോർ ബൈക്കിലുള്ള സ്പാർക്ക് പ്ലഗ് വൃത്തിയാക്കി ചെക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന വിധം. നമസ്കാരം. ഒരു മോട്ടോർ ബൈക്കിലുള്ള സ്പാർക്ക് പ്ലഗ് വൃത്തിയാക്കി ചെക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. സ്പാർക്ക് പ്ലഗ് എഞ്ചിനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത് കമ്പഷൻ ചേംബറിൽ ഫ്യൂവൽ എയർ മിശ്രിതത്തിന് ഇഗ്നിഷൻ കൊടുത്ത് പവർ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. മോട്ടോർ ബൈക്കിലെ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് ഉപയോഗിച്ച് ഫ്യൂവൽ എയർ മിശ്രിതത്തിന് കത്തുവാനുള്ള സ്പാർക്ക് നൽകുകയാണ് ഇത് ചെയ്യുന്നത്. എങ്കിലും മോട്ടോർ ബൈക്ക് സുഗമമായി പ്രവർത്തിക്കാൻ ആവശ്യമെങ്കിൽ സ്പാർക്ക് പ്ലഗുകൾ മാറ്റിയിടണം. ഇല്ല എങ്കിൽ മോട്ടോർ ബൈക്കുകളുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞുപോകും. സ്പാർക്ക് പ്ലഗുകൾ മാറ്റിയിടുന്നത് ലളിതവും പെട്ടെന്ന് ചെയ്യാവുന്നതുമായ ഒരു കാര്യമാണ്. ഉപകരണങ്ങളും സാധനങ്ങളും. ഈ സെഷനിൽ നമുക്ക് ഒരു മോട്ടോർ ബൈക്കിനുള്ള സ്പാർക്ക് പ്ലഗ് വൃത്തിയാക്കി ചെക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന വിധം പഠിക്കാം. അതിനു മുമ്പ് സ്പാർക്ക് പ്ലഗിന്റെ ഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. അവ സ്പാർക്ക് പ്ലഗ് വയറിനുള്ള കണക്ഷൻ, ഇൻസുലേറ്റർ, ഗാസ്കറ്റ്, സെന്റർ ഇലക്ട്രോഡ്, സൈഡ് ഇലക്ട്രോഡ്, പ്ലഗ് ക്യാപ്പ് എന്നിവയാണ്. ഇനി നമുക്ക് ഒരു മോട്ടോർ ബൈക്കിനുള്ള സ്പാർക്ക് പ്ലഗ് വൃത്തിയാക്കി ചെക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങളും ഉപകരണങ്ങളും: തുടയ്ക്കാനുള്ള തുണി, സ്ക്രൂ ഡ്രൈവർ, സ്പാർക്ക് പ്ലഗ് സോക്കറ്റ്, ചെറിയ വയർ ബ്രഷ്, പ്ലയർ, എമരി ക്ലോത്ത് അല്ലെങ്കിൽ സാൻഡ് പേപ്പർ, ടൂൾസ് ട്രേ, പാർട്സ് ട്രേ എന്നിവയാണ്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നായി നോക്കാം. സ്പാർക്ക് പ്ലഗ് കവർ ഒരു തുണി കൊണ്ട് നന്നായി തുടയ്ക്കുക. സ്പാർക്ക് പ്ലഗിന് അടിവശത്തുള്ള അഴുക്ക് മുഴുവൻ തുണിയോ ബ്രഷോ കംപ്രസ്ഡ് എയറോ കൊണ്ട് വൃത്തിയാക്കുക. ശ്രദ്ധിക്കുക, അഴുക്കുകൾ ഏതെങ്കിലും സ്പാർക്ക് പ്ലഗിന്റെ ദ്വാരത്തിൽ വീണാൽ എഞ്ചിൻ ലൈഫ് കുറയും. സ്പാർക്ക് പ്ലഗ് ക്യാപ്പ് അല്പം ബലം പ്രയോഗിച്ച് ഊരുക. കൂടുതൽ മുറുക്കമുണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. ഒരു സ്പാർക്ക് പ്ലഗ് സോക്കറ്റ് അല്ലെങ്കിൽ സ്പാനർ ഉപയോഗിച്ച് സ്പാർക്ക് പ്ലഗ് അഴിക്കുക. സ്പാർക്ക് പ്ലഗ് തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുക. ഇലക്ട്രോഡ്, സെറാമിക് ബേസ് എന്നിവ പരിശോധിക്കുക. ഇലക്ട്രോഡ് കറുത്തിട്ടുണ്ടെങ്കിൽ എയർ ഫ്യൂവൽ അനുപാതം കൂടിയെന്നോ സ്പാർക്കിന്റെ ശക്തി കുറഞ്ഞതാണ് എന്നോ അനുമാനിക്കാം. ഇത് ശരിയാക്കിയില്ലെങ്കിൽ ശക്തി കുറഞ്ഞ സ്പാർക്കായിരിക്കും ഫലം. ഇഗ്നീഷന് ശക്തിയില്ലാത്തതുകൊണ്ടും പ്ലഗിൽ ശരിയായ ഗ്യാപ്പ് ഇല്ലെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. എയർ ഫിൽട്ടർ അടഞ്ഞിരിക്കുകയോ കാർബറേറ്ററിൽ ശരിയായ മിശ്രണം നടക്കാതിരിക്കുകയോ ചെയ്താൽ ബാലൻസ് ഇല്ലാത്ത എയർ ഫ്യൂവൽ മിശ്രിതം ഉണ്ടാകും. ശ്രദ്ധിക്കുക, നല്ല പരിചയമില്ലെങ്കിൽ കാർബറേറ്ററോ ഇഗ്നീഷൻ സിസ്റ്റമോ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. സാധാരണയായി പ്ലഗിന് ബ്രൗൺ അല്ലെങ്കിൽ ടാൻ നിറമായിരിക്കും. ഇലക്ട്രോഡ്, സെറാമിക് ബേസ് എന്നിവ തേയുകയോ കേടാവുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. സെന്റർ ഇലക്ട്രോഡിന്റെ വശങ്ങൾ ചതുരത്തിലും സൈഡ് ഇലക്ട്രോഡിന് ഒരേ കനവും ആയിരിക്കും. കേടുപാടുകളോ ഇൻസുലേഷനിൽ പൊട്ടലോ ഉണ്ടെങ്കിൽ പുതിയ സ്പാർക്ക് പ്ലഗ് ഇടണം. ചെറിയ വയർ ബ്രഷ് കൊണ്ട് പ്ലഗിലെ ഇലക്ട്രോഡുകൾ വൃത്തിയാക്കണം. എമരി ക്ലോത്തോ 200 നമ്പർ സാൻഡ് പേപ്പറോ കൊണ്ട് സെന്റർ ഇലക്ട്രോഡിന്റെ ഉപരിതലവും ഗ്രൗണ്ട് ഇലക്ട്രോഡിന്റെ അടിവശവും വൃത്തിയാക്കണം. ഇവിടെ സാൻഡ് പേപ്പർ കൊണ്ട് 4-5 പ്രാവശ്യം ഉരച്ചാൽ മതിയാകും. സെറാമിക് ഇൻസുലേഷനിൽ നിന്നും തള്ളി നിൽക്കുന്ന സെന്റർ ഇലക്ട്രോഡും അതിനു മുകളിലുള്ള ഗ്രൗണ്ട് ഇലക്ട്രോഡും തമ്മിലുള്ള കൃത്യമായ ഗ്യാപ്പ് അളക്കുക. ഇതിന് ഒരു വയർ ഫീലർ ഗേജ് ഉപയോഗിക്കുക. ഈ ബൈക്കിന് നിർദ്ദേശിച്ചിട്ടുള്ള ഗ്യാപ്പുമായി ഇപ്പോൾ കിട്ടിയ അളവ് താരതമ്യം ചെയ്യുക. ശ്രദ്ധിക്കുക, കൂടുതൽ ശക്തിയോ ചൂടോ ഉള്ള ഇഗ്നിഷൻ അല്ലെങ്കിൽ മിക്കവാറും എല്ലാ പ്ലഗുകളുടെയും ഗ്യാപ്പ് 0.6 മില്ലിമീറ്റർ മുതൽ 0.7 മില്ലിമീറ്റർ വരെ ആണ്. ഇപ്പോൾ കിട്ടിയ അളവ് ശരിയായ പരിധിക്കുള്ളിലല്ലെങ്കിൽ
ഗ്രൗണ്ട് ഇലക്ട്രോഡ് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയായ പരിധിക്കുള്ളിൽ കൊണ്ടുവരണം. ഇതിനായി വയർ ഫീലർ ഗേജിലുള്ള അഡ്ജസ്റ്റർ ഉപയോഗിക്കണം. ഗേജ് അഡ്ജസ്റ്റർ ഇല്ലെങ്കിൽ ഗ്യാപ്പിൽ ഫീലർ ഗേജ് വെച്ചിട്ട് സ്പാർക്ക് പ്ലഗ് ഇലക്ട്രോഡ് ഒരു സ്റ്റീൽ പ്രതലത്തിൽ തട്ടുക. സ്പാർക്ക് ടെസ്റ്റ് ചെയ്യുക. അതിനായി പ്ലഗ് ക്യാപ്പിലേക്ക് കയറ്റിവെക്കുക. വാഹനത്തിന്റെ ഇഗ്നിഷൻ ഓൺ ചെയ്യുക. പ്ലഗ് ത്രെഡുകൾ മോട്ടോർ ബ്ലോക്കിലോ ചേസിസിലോ ചേർന്നിരിക്കുന്ന വിധം പ്ലഗിനെ ക്യാപ്പോടുകൂടി ഒരു ഇൻസുലേറ്റഡ് പ്ലെയർ കൊണ്ട് പിടിക്കുക. ശ്രദ്ധിക്കുക, സ്പാർക്ക് പ്ലഗ് വോൾട്ടേജ് 20,000 മുതൽ 40,000 വരെ വോൾട്ട് ആണ്. പ്ലഗ് ശരിയായി ഗ്രൗണ്ടിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഷോക്ക് അടിച്ചേക്കാം. പേസ് മേക്കർ ഘടിപ്പിച്ചിട്ടുള്ളവർ ഈ ടെസ്റ്റ് ചെയ്യരുത്. അടുത്തതായി ഇലക്ട്രോഡുകളെ ശ്രദ്ധിച്ചുകൊണ്ട് എഞ്ചിൻ ക്രാങ്ക് ചെയ്യുക. ഇതിന് ചിലപ്പോൾ ആരുടെയെങ്കിലും സഹായം വേണ്ടിവന്നേക്കും. ടിപ്പ്: ഇലക്ട്രോഡുകളെ സൂര്യപ്രകാശത്തിൽ നിന്നും വലിയ വെളിച്ചത്തിൽ നിന്നും മറച്ചു പിടിച്ചാൽ സ്പാർക്ക് കാണാൻ എളുപ്പമാവും. നീല നിറത്തിൽ സ്പാർക്ക് കാണുന്നെങ്കിൽ സ്പാർക്ക് പ്ലഗ് ശരിയായി വർക്ക് ചെയ്യുന്നുണ്ട്. മഞ്ഞ നിറമാണെങ്കിൽ സ്പാർക്ക് പവർ കുറവാണ്, അതായത് ഇഗ്നിഷൻ സിസ്റ്റത്തിൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഇഗ്നിഷൻ ഓഫ് ചെയ്യുക. ക്രോസ് ത്രെഡിംഗ് ഉണ്ടാവാതിരിക്കാൻ സ്പാർക്ക് പ്ലഗ് കൈകൊണ്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുക. ഒരു സോക്കറ്റ് ഉപയോഗിച്ച് പ്ലഗ് നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ മുറുക്കുക. സാധാരണയായി ഇത് 15 മുതൽ 20 വരെ ന്യൂട്ടൺ മീറ്ററോ അല്ലെങ്കിൽ 1.5 മുതൽ 2 കിലോഗ്രാം പെർ മീറ്ററോ ആയിരിക്കും. ക്യാപ്പ് നന്നായി മുറുക്കുക. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ശരിയായി വർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. വർക്ക് ഏരിയ വൃത്തിയാക്കി ഉപകരണങ്ങൾ യഥാസ്ഥാനത്ത് സൂക്ഷിക്കുക. ഇതോടുകൂടി ഈ സെഷൻ അവസാനിച്ചു. ഇവിടെ നാം ഒരു മോട്ടോർ ബൈക്കിന്റെ സ്പാർക്ക് പ്ലഗ് വൃത്തിയാക്കി ചെക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്ങനെയെന്ന് പഠിച്ചു. ഈ സെഷൻ നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതുന്നു. നന്ദി.